നമസ്തേ. നിങ്ങൾ സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ? നിങ്ങളുടെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ വിവാഹ കാര്യത്തിൽ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത കാലതാമസം സംഭവിക്കുന്നതിനാൽ കടുത്ത സമ്മർദ്ദത്തിലും സങ്കടത്തിലേക്കും എത്തപ്പെടുന്നവരാണോ നിങ്ങൾ? പിന്നെയോ ശാരീരികമായ അവശതകളാലും രോഗപീഠകളാലും സങ്കടപ്പെടുന്നവരാണോ നിങ്ങൾ? കുടുംബത്തിൽ ഐക്യമില്ലാത്തതിനാൽ ഭാര്യ ഭാതൃ ബന്ധത്തിലും സന്തതികൾ തമ്മിലുള്ള ബന്ധത്തിലും വളരെയേറെ സങ്കടം അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? ചുരുക്കത്തിൽ മനഃശാന്തി അല്പം പോലും അനുഭവിക്കാൻ കഴിയാതെ പോയ ദൗർഭാഗ്യവാന്മാരാണ് നിങ്ങൾ എന്ന് ചിന്തിക്കുന്നുണ്ടോ? സങ്കടപ്പെടണ്ട, ഇതിനുള്ള പരിഹാരമുണ്ട്. അധികമൊന്നും വേണ്ട, 2-3 ദിവസം കൊണ്ട് നിങ്ങൾക്കിതിന് സർവ്വവിധമായ പരിഹാരവും കണ്ടെത്താൻ കഴിയും. എൻ്റെ കയ്യിലുണ്ട് അതിനുള്ള പരിഹാരം. ഒരല്പം തുക നിങ്ങളൊന്ന് ചെലവാക്കിയാൽ ഏറിയാൽ 3 ദിനത്തിനുള്ളിൽ കോടീശ്വരനായി നിങ്ങൾക്ക് മാറാം. അത്ഭുതകരമായ രീതിയിൽ നിങ്ങളുടെ ജീവിതം മറിയും. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതം എന്തെന്നറിയിക്കുവാൻ കഴിയാത്ത രീതിയിൽ കുതിച്ചുയരും. ചുറ്റുപാടുമുള്ളവരൊക്കെ നിങ്ങളെ അത്ഭുതത്തോടു കൂടി വീക്ഷിക്കും. നിങ്ങൾ ആ പ്രദേശത്തിൻ്റെ മുഴുവൻ ഹീറോ ആയി തന്നെ മാറും. എത്ര പേരാണെന്നറിയാമോ ഈ ദിവ്യമായ മാർഗത്തെ സ്വീകരിച്ച് അത്ഭുതകരമായ ലക്ഷ്യത്തെ കരഗതമാക്കിയവർ? അതിനുവേണ്ടി ഒരല്പം ധനം ചെലവാക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. വളരെ വേഗത്തിൽ, യാതൊരു സംശയവുമില്ല. പരിമിതമായ യന്ത്രങ്ങൾ മാത്രമേ കൈവശമുള്ളൂ. അതുകൊണ്ട് ആദ്യം ആവശ്യപ്പെടുന്നവർക്ക് ഞാൻ വളരെ ഡിസ്കൗണ്ടായിട്ടുള്ള റേറ്റിലാണ് നൽകുന്നത്. താല്പര്യമുള്ളവർ ഉടൻ സമീപിക്കുക. ഇത്തരത്തിലുള്ള കുറേയേറെ പരസ്യ വാചക കസർത്തുകൾ കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഈശ്വരകൃപയാൽ ഇന്ന് വരെ അത്തരം കെണികളിലൊന്നും എത്തപ്പെടേണ്ടി വന്നിട്ടില്ല. അത് സർവേശ്വരൻ്റെ കൃപാകടാക്ഷം. എന്നാൽ അടുത്ത കാലത്ത് 3-4 സുഹൃത്തുക്കളെ പരിചയപ്പെട്ടപ്പോൾ അവരവരുടെ സങ്കടത്തിൻ്റെ ഭാണ്ഡക്കെട്ട് അഴിച്ചു വെച്ചു. അത്യാവശ്യം വിദ്യാഭ്യാസ യോഗ്യതയും ഈശ്വരവിശ്വാസമൊക്കെ ഉള്ളവരാണ്. എന്നിട്ടും ഇത്തരത്തിലുള്ള തട്ടിക്കൂട്ടലുകളിലും ചതിപ്രയോഗങ്ങളിലും കെണികളിലും പെട്ടുപോയല്ലോ എന്ന് സങ്കടം തോന്നി. എന്തേ നമ്മൾ ഇപ്രകാരമാകുവാനുള്ള കാരണം? വളരെ വേഗത്തിൽ എൻ്റെ ആഗ്രഹം നടക്കണം, നിമിഷ നേരം കൊണ്ട് കോടീശ്വരനാകണം. അനേക കാലമായി നടക്കാത്ത മകളുടെ കല്യാണം ഒറ്റ നിമിഷം കൊണ്ട് നടക്കുമത്രേ. കുടുംബത്തിൽ ഭാര്യ ഭാതൃ ബന്ധങ്ങൾ ദൃഢതയിലേക്കെത്തും. അസ്വാരസ്യങ്ങളും പടലപ്പിണക്കങ്ങളും ഒക്കെ നിമിഷം കൊണ്ട് മാറുമത്രേ. പിന്നെയോ നമ്മെ പറ്റിക്കുവാൻ വേണ്ടി, കെണികൾപ്പെടുത്തുവാൻ വേണ്ടി ഈ അധമന്മാർ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയും. ഞാൻ ഈ തരുന്ന ദിവ്യമായ യന്ത്രം കാശിയിൽ വെച്ച് പൂജിച്ചു, മൂകാംബിയെ വെച്ച് പൂജിച്ചു, പത്മനാഭ ക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ചു, കൊല്ലൂരിയെ പൂജിപ്പിച്ചു, ബദരീനാഥി പൂജിച്ചു, കേദാർനാഥി പൂജിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പ്രലോഭനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടുപോകും. ഈ പറയുന്ന വിദ്വാൻമാർ ഒരുപക്ഷെ ഈ ക്ഷേത്രത്തിൻ്റെ വാതിൽ പോലും കണ്ടിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ഒരുത്തൻ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പറയുമ്പോൾ അത് കണ്ണുമടച്ച് വിശ്വസിച്ച് അയാൾ ആവശ്യപ്പെടുന്ന തുക കൊടുത്ത് അയാൾ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഒന്ന് ഓർക്കേണ്ടതല്ലേ, ഇതൊക്കെ വെറും തട്ടീരാണ്, വെട്ടീരാണ്. കാരണം മനുഷ്യനല്ലേ നമ്മൾ, മനനം ചെയ്യാൻ കഴിവുള്ളവരല്ലേ നമ്മൾ. എന്തിന് മറ്റുള്ളവരുടെ തട്ടീരിനും വെട്ടീരിനും നമ്മൾ നിന്നുകൊടുക്കുന്നു, ഇരയാകുന്നു? ആവശ്യത്തിനും അതിനുമപ്പുറവും അറിവുള്ളവരാ നമ്മളെന്നാണ് പറയാറുള്ളത്. എന്നാൽ വളരെ വേഗത്തിൽ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി, ധനം നേടുന്നതിന് വേണ്ടി, സന്തതികളുടെ ഐശ്വര്യത്തിന് വേണ്ടി, ഭർത്താവിൻ്റെ പ്രമോഷന് വേണ്ടി, അല്ലെങ്കിൽ കുടുംബത്തിൽ ഐക്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വാഹന സൗഭാഗ്യങ്ങളെ കരഗതമാക്കുന്നതിന് വേണ്ടി ക്ഷിപ്രവേഗത്തിൽ കാര്യം നടത്താമെന്ന് ആരെങ്കിലും എവിടെങ്കിലുമൊക്കെ ഇരുന്ന് ഇത്തരം പ്രലോഭനങ്ങളും ചതിക്കെണികളും നടത്തുമ്പോൾ അതിലെത്തപ്പെട്ടാൽ കയ്യിലിരിക്കുന്ന ധനവും പോകും. ഒടുക്കം ഈശ്വരനെ കുറ്റം പറയേണ്ട അവസ്ഥയിലേക്കെത്തും. അതുകൊണ്ട് ഒന്ന് ആലോചിച്ചോളുക, ഇതൊക്കെ കേവലം തട്ടീരുകളാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ അതിന് ന്യായമായ രീതിയിൽ ഈശ്വരഭജനം നടത്തുക, ധാർമ്മികമായി പ്രവർത്തിക്കുക. കുടുംബത്തിൽ ഭാര്യ ഭാതൃ ബന്ധം ദൃഢമാകണമെങ്കിൽ യന്ത്രം വെച്ച് പൂജിച്ചതുകൊണ്ട് തനിയെ മാറുകയില്ല. അവനവൻ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള മാനുഷികമായ പ്രവർത്തനങ്ങൾ ചെയ്യണം. പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ടെത്തണം. അധ്വാനിക്കാതെ സ്വത്ത് സമ്പത്ത് നേടുക നടക്കുന്നതേ അല്ല. അത് മാനസികമായാലും ശാരീരികമായാലും അവനവൻ എടുക്കേണ്ട എഫർട്ട് എടുക്കുക തന്നെ വേണം. 24 മണിക്കൂർ കൊണ്ട് കോടീശ്വരനാകാൻ കഴിയുമെന്നൊക്കെ ഏതെങ്കിലും പ്രലോഭനങ്ങൾ കേട്ടുകൊണ്ട്, പൊളിവചനങ്ങൾ കേട്ടുകൊണ്ട് അതിൻ്റെ മുമ്പിലേക്ക് എത്തപ്പെട്ടാൽ
എന്താ നമ്മളെ വിളിക്കുക? എങ്ങനെ നമ്മെ മനുഷ്യനെന്ന് വിളിക്കും? ഒരു പക്ഷേ കയ്യിലിരിക്കുന്ന ധനവും നഷ്ടപ്പെട്ട് പരാജയത്തിൻ്റെയും അപമാനത്തിൻ്റെയും പടുകുഴിയിലേക്ക് വീഴപ്പെട്ടതിന് ശേഷം സർവേശ്വരനോട് പരാതി പറയാൻ ചെല്ലുമ്പോൾ ആ സർവേശ്വരൻ തന്നെ ചോദിക്കും, നിനക്ക് പറയാൻ എങ്ങനെ തോന്നി എൻ്റെ കുഞ്ഞേ? നീ മനുഷ്യനല്ലേ? സമസ്ത ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവനായിട്ടല്ലേ നിന്നെ ഞാൻ ജനിപ്പിച്ചത്? നിൻ്റെ ഉള്ളിലുള്ള ആ വിവേകത്തെ, അറിവിനെ നീ എന്താ പ്രയോജനപ്പെടുത്താത്തത്? എല്ലാം നഷ്ടപ്പെടുത്തി ഇവിടെ വന്ന് എന്നോട് വീണ്ടും സങ്കടം പറയുമ്പം നീ ചെയ്യേണ്ടതായ നിൻ്റെ ധർമ്മം നീ ചെയ്തോ? നിൻ്റെ കർമ്മം നീ ചെയ്തോ? വകതിരിവ് നീ കൃത്യമായി പ്രയോജനപ്പെടുത്തിയെന്ന് ആ സർവേശ്വരൻ ചോദിക്കും. ആ ബോധമുണ്ടാകണം. അതുകൊണ്ട് ആഗ്രഹങ്ങൾ സർവ്വസഹജമാണ്, നമുക്ക് ഏവർക്കുമുണ്ട്. വളരെ വേഗത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കണം. അത് സ്വത്തായാലും സമ്പത്തായാലും ആഗ്രഹപ്രാപ്തിയായാലും രോഗമുക്തിയാണെങ്കിലും ഇതെല്ലാം വളരെ വേഗത്തിൽ നടക്കണമെന്ന് നമ്മൾ ഏവരും ആഗ്രഹിക്കുക തന്നെ ചെയ്യും. നവാഹ സപ്താഹ യജ്ഞവേദികളിലൊക്കെ ചെല്ലുമ്പോൾ പലരും ഇത്തരം ആവശ്യങ്ങളുമായി സമീപിക്കാറുണ്ട്. വളരെ വേഗത്തിൽ മകളുടെ കല്യാണം നടക്കണം, വളരെ വേഗത്തിൽ സ്വത്ത് സമ്പത്ത് നേടണം, വളരെ വേഗത്തിൽ കടക്കണിയിൽ നിന്ന് രക്ഷ നേടണം, പിന്നെ കുടുംബത്തിൽ ശാന്തിയും സമാധാനം ഉണ്ടാകണം. കുടുംബത്തിൽ ശാന്തിയും സമാധാനം ഉണ്ടാകണമെങ്കിൽ അവനവൻ തന്നെ ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്യണം. സ്വത്ത് സമ്പത്ത് നേടണമെങ്കിൽ അവനവൻ എടുക്കേണ്ട എഫർട്ട് എടുക്കണം. മറിച്ച് ഏതെങ്കിലും ഒരുത്തൻ എടുത്ത് പറയുന്ന പോലെ ഇതങ്ങനെ ചെയ്താൽ മതി, ഇത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അങ്ങനെ ചെയ്താൽ ഇത് കിട്ടും എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നിൽക്കുവാൻ ശ്രമിക്കുന്ന നമ്മയല്ലേ തല്ലേണ്ടത്? നമ്മെ ഒരാൾ പറ്റിക്കുന്നുവെങ്കിൽ നമ്മുടെ ബുദ്ധി കുറവുകൊണ്ടല്ല, മറിച്ച് അവൻ്റെ ബുദ്ധി കൂടുതലുകൊണ്ടുമല്ല. പിന്നെയോ ഈശ്വരൻ നമ്മൾക്ക് തന്ന വകതിരിവിനെയും യുക്തിയെയും നമ്മൾ യഥാരീതിയിൽ ഉപയോഗപ്പെടുത്താത്ത ഒരൊറ്റ കാരണത്താലാണ് നമ്മെ മറ്റു പലരും ചതിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധി സർവേശ്വരൻ ഏവർക്കും ഒരേ അളവിൽ തന്നെയാണ് കൊടുത്തത്. അംബാനിയെന്നോ അദാനിയെന്നോ ഏഴയെന്നോ കൂലിയെന്നോ ശാസ്ത്രജ്ഞനെന്നോ ഒരു വ്യത്യാസവുമില്ല. ആ സർവേശ്വരൻ തന്ന ബുദ്ധിയെ ഏത് രീതിയിലാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിത വിജയം. സർവേശ്വരൻ കൈക്കൂലി ഒന്നും വാങ്ങാറില്ല, പ്രലോഭനങ്ങളിൽ ഭ്രമിക്കാറുമില്ല. നമ്മുടെ യശസ്സും ഐശ്വര്യവും ശാന്തിയും സമാധാനവും സൗഖ്യവുമായിരിക്കും സർവേശ്വരൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് മനസ്സുകൊണ്ട് ആ സർവേശ്വരനെ വിശ്വസിച്ചുകൊണ്ട് കയ്യിലുള്ള ഒരു പുഷ്പമാണെങ്കിലും അത് സമർപ്പിച്ച സർവേശ്വരനോട് പ്രാർത്ഥിക്കൂ. ഒരല്പം കാലവിളംബനമുണ്ടായാലും താമസം സംഭവിച്ചാലും തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയുക തന്നെ ചെയ്യും. അതിന് ഈശ്വര വിശ്വാസം വേണം. മറിച്ച് ഇത്തരത്തിലുള്ള ചതിക്കുഴികളിലും തട്ടിപ്പുകളിലും പ്രലോഭനങ്ങളിലും പെട്ട് ഭ്രമിച്ചു പോയാൽ നമ്മുടെ ജീവിതം തന്നെ പാഴായിപ്പോകും. ഒരുപക്ഷെ ഭ്രാന്തമായ തലത്തിലേക്കൊക്കെ നമ്മൾ എത്തപ്പെടും. ഇത്തരം പ്രലോഭനങ്ങളുമായി പലരും നമ്മെ സമീപിക്കുമ്പോൾ ഞാൻ ഈ തരുന്ന യന്ത്രം ഇങ്ങനെ ചെയ്താൽ 3-ാം ദിവസം കോടീശ്വരനാകാമെന്ന് പറയുമ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് ഇത് വീട്ടിൽ വെച്ചുണ്ടെങ്കിൽ ഇരുന്നാൽ പോരെ, നാട്ടുകാരെ പറ്റിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ, ഇയാൾ 1 മാസം കൊണ്ട് കോടാനുകോടികളുടെ അധിപനായി മാറുകയില്ലേ എന്ന് ചോദിക്കാനുള്ള വകതിരിവ് നമ്മൾക്കുണ്ടാകണം. അതല്ലാതെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിലേക്കും വെട്ടീരുകളിലേക്കും സ്വയം എത്തപ്പെട്ടാൽ അത് സർവേശ്വരനോട് തന്നെ കാണിക്കുന്ന നന്ദികേടായിരിക്കും. വിശ്വാസമല്ല, ഈശ്വര വിശ്വാസത്തിന് വിരുദ്ധമാണ് ഇത്തരത്തിലുള്ള കപടതന്ത്രങ്ങളും ചെപ്പടി വിദ്യകളും. അതുകൊണ്ട് നേരായ മാർഗത്തെ ഉപയോഗിക്കൂ. തീർച്ചയായും സർവേശ്വരൻ നമ്മെ ഉന്നതിയിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. കാരണം ആ സർവേശ്വരൻ ഇച്ഛിക്കുന്നത് നമ്മുടെ സർവ്വവിധമായ ഐശ്വര്യമാണ്. അത് ന്യായവും ധാർമ്മികവുമായ പാതയിലൂടെ ആകണം എന്നതു മാത്രമേ ഉള്ളൂ ആ ഭഗവാന്റെ നിബന്ധന. അതനുസരിച്ചാൽ തീർച്ചയായും നമ്മൾക്ക് ലക്ഷ്യത്തെ നേടാൻ കഴിയും. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, ഏവർക്കും നമസ്കാരം.